പേര് മുഫീദ. ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാകും ഇനി നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇടുന്ന സബ്ജക്ട് ഓറിയന്റഡ് വീഡിയോ ആണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് ഈ ഒരു ചാനലിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, സ്കൂള് തുറന്നു, ബുക്ക് കിട്ടി, പാഠങ്ങളൊക്കെ എടുത്തും തുടങ്ങിയല്ലേ. അപ്പൊ നമ്മൾ പഠിപ്പ് മൂഡിലോട്ട് വന്നെത്തിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇനി പഠിച്ചോളാം കേട്ടോ. വെക്കേഷൻ മോഡൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് സയൻസിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫിസിക്സിന്റെ പാഠമാണ്. യൂണിറ്റുകളെ കുറിച്ചും അളവുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അളവുകളും യൂണിറ്റുകളും. കഴിഞ്ഞ വർഷം ഈ ഒരു പാഠത്തിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നായിരുന്നു. പ്രാവശ്യത്ത് തല തിരിഞ്ഞു. അതേപോലെ തന്നെയാണ് ഉള്ളിലെ കാര്യങ്ങളും തല തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിഡിലൊക്കെ ആയിട്ട് പഠിച്ച കാര്യം ഇപ്രാവശ്യം തുടക്കത്തിലേ ഉണ്ട്. പ്രാവശ്യം തുടക്കത്തിൽ പഠിച്ച കാര്യം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നത്. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ ചേഞ്ചസ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സിലബസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പിന്നെ പറയുന്ന കാര്യം ബുക്കിലുള്ള കാര്യം അതുപോലെ പഠിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാല്ല. അങ്ങനെ കുറെ മാറ്റങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതൊന്നും ഇനി മറക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോവാണെങ്കിൽ മക്കൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടിട്ട് നിങ്ങൾ ആരും ബോധം കെടണ്ട, എന്താന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് ആൾക്കാരെ കുറിച്ച്, കുറച്ച് അളവുകളെ കുറിച്ചൊക്കെ പഠിക്കും. നമ്മൾ കുറെ അളവുകളൊക്കെ എടുക്കാറുണ്ട് അല്ലെ. നീളം അളക്കാറുണ്ട്, പിന്നെ ടൈം നോക്കാറ്, അങ്ങനെ കുറെ അളവുകൾ അല്ലെ. പ്രഷർ നോക്കും, ഹോസ്പിറ്റൽ ടെമ്പറേച്ചർ നോക്കും, അങ്ങനെ കുറെ അളവുകൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. അവരെ നമ്മളൊരു ടൈപ്പ് പേര് വിളിക്കും, അത് നമ്മൾ പഠിക്കും. പിന്നെ കുറച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ അവരെ ഉപയോഗിച്ച് നമ്മൾ വേറെ കുറച്ച് ആൾക്കാരുണ്ടാക്കും, അത് നമ്മൾ പഠിക്കും. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, യൂണിറ്റുകൾ അല്ലെ. കുറെ ആൾക്കാരുടെ യൂണിറ്റുകൾ നമ്മൾ പഠിക്കും. യൂണിറ്റുകൾ പഠിച്ചാൽ മാത്രം പോരാ, എങ്ങനെയാണ് ആ യൂണിറ്റുകളെ നമ്മൾ എഴുതേണ്ടത് അല്ലെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഓർഡർ ആക്കി തരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മളുടെ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സൂപ്പർ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ലെങ്ത്, നീളം. അറിയാം അല്ലെ, നമ്മൾ നീളം എന്തുകൊണ്ട് അളക്കുക? മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളന്നാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇയാളുടെ യൂണിറ്റുകളാണ് നിങ്ങൾ ആദ്യമേ പരിചയപ്പെടേണ്ടത്. ഇത് അറിയാതൊന്നും നിങ്ങൾ ഈ ചാപ്റ്ററിലോട്ട് പോകാൻ പാടില്ല. കാരണം ബേസിക് ആണ്. ഈ ചാപ്റ്റർ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും ബേസിക് ആണ് ഈ യൂണിറ്റുകളൊക്കെ. ലെങ്ത് അല്ലെ, നമുക്ക് കുറെ യൂണിറ്റുകൾ അറിയാം ലെങ്ത്തിന്റെ അല്ലെ. നമ്മൾ എന്തൊക്കെ പറയും? മീറ്ററിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, സെന്റിമീറ്ററിൽ നമ്മൾ പറയും അല്ലെ. മീറ്ററിൽ നമ്മളോട് പറയാണ് ഒരാൾ നമ്മൾ ക്ലാസ് റൂമിന്റെ നീളം ഒന്ന് അളന്നേന്ന് പറയുമ്പോൾ ഒരു 4 മീറ്റർ എന്നൊക്കെ നമ്മൾ അളന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. ഇനി അതുപോലെ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു റിമോട്ടിന്റെ നീളം ഒന്ന് അളന്നേന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ സെന്റിമീറ്റർ ഉണ്ട്. ഇത് നമ്മളോട് പറയാണ് ഈ കോയിനിന്റെ തിക്നെസ് ഒന്ന് അളന്നേന്ന് പറയുമ്പോൾ അല്ലെ, അതിന്റെ ആ ഒരു വിഡ്ത്ത് അല്ലെ, ആ ഒരു കനം അളന്നേന്ന് പറയുമ്പോൾ അത് മില്ലിമീറ്ററിലാണ് കിടക്കുക. എന്നാൽ ഇനി നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളുടെ ഈ ഒരു സ്കൂളും അടുത്ത പഞ്ചായത്തിലെ ആ സ്കൂൾ നമ്മൾ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കിലോമീറ്ററിൽ പറയൂലേ. അപ്പം നീളത്തിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതിന് ഇവര് തമ്മിലുള്ള ബന്ധങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ ഇത്രയും യൂണിറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കി നമ്മളെ ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് മാസിനും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളോട് വീട്ടിൽ നിന്ന് പറയാണ് കുറച്ച് പഞ്ചസാര പോയി വാങ്ങിക്കൊടുന്നേ എന്ന് പറയുമ്പോ നമ്മളോട് അളവ് പറയൂലേ, എത്ര കിലോ വാങ്ങുക അല്ല, അങ്ങനെ പറയും 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ പറയൂലേ. അപ്പൊ കിലോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കിലോഗ്രാം. ഇനി അതുപോലെ തന്നെ കുഞ്ഞു സാധനങ്ങൾ ലൈക്ക് നമ്മളുടെ കടുക് അല്ലെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് 1 കിലോ കടുകൊന്നും നമ്മൾ വാങ്ങാറില്ല. നമ്മളൊരു 250 ഗ്രാം 100 ഗ്രാം അങ്ങനെയൊക്കെയാണ് വാങ്ങുക അല്ലെ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഗ്രാം കണക്ക് അല്ലെ. ഗോൾഡ് ഒക്കെ നമ്മൾ ഗ്രാമിലൊക്കെയാണ് പറയാറ്, ഗ്രാം കണക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്വിന്റൽ, കുറേ അല്ലെ നല്ല ഹെവി സാധനങ്ങളാണെങ്കിൽ നമ്മൾ കിൻഡൽ കണക്കിന് പറയാറുണ്ട്. കിൻഡൽ എന്ന് പറയും. കിൻഡൽ. മലയാളം മീഡിയം കുട്ടികൾ അയ്യോ ഇത് ഞങ്ങളെ ക്ലാസ് എല്ലാം എന്ന് പറഞ്ഞ് ചിരിക്കൊന്നും വേണ്ട. മലയാളത്തിലും ഇംഗ്ലീഷിലും കിൻഡൽ തന്നെയാണ് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ വലിയ അലാഖിന്റെ ആനയൊക്കെ ഉണ്ടെങ്കിൽ ആനയൊക്കെ അല്ലെ ഭയങ്കര ഹെവി ആണ് അല്ലെ. അതിന്റെ മാസൊക്കെ നമ്മൾ പറയാറ്
ടൺ കണക്കിനാണ്. 3 ടൺ ഉണ്ട്, 4 ടൺ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ടൺ കണ്ടോ, ഒരുപാട് യൂണിറ്റുകൾ ആർക്കുണ്ട്? മാസിനുമുണ്ട്. ആൻഡ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും. ആരൊക്കെ തമ്മിലുള്ളത്? കിലോഗ്രാമും ഗ്രാമും തമ്മിൽ എന്താ ബന്ധം? കിൻഡലും ഇയാളും തമ്മിൽ എന്താ ബന്ധം? അയാളും ഇയാളും, അങ്ങനെ മൊത്തത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സെറ്റ് ആക്കി എടുക്കും. സോ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും യൂണിറ്റുകൾ ഇയാൾക്ക് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതാ അടുത്ത ആളാണ് ടൈം. അപ്പൊ നിങ്ങളുടെ ടാസ്ക് ആണ്, നിങ്ങളിപ്പോ 7ാം ക്ലാസ് വരെ പഠിച്ചില്ല, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇപ്പൊ 7ാം ക്ലാസ് അല്ലെ, അപ്പൊ നിങ്ങള് പറഞ്ഞിരേണ്ട കാര്യമാണ് ടൈമിന് നിങ്ങൾക്ക് അറിയുന്ന 3 യൂണിറ്റുകൾ. അതെന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഈ 3 യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അത് മാത്രല്ല, എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ്, നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ടഫ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് രാത്രി, അതായത് നമ്മുടെ 4-ാം തീയതി 7 മണിക്ക് നമ്മുടെ ക്ലാസ് 8 സൈലം എന്ന് പറയുന്ന ചാനലില് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കും. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്യാ? സമയമാകുമ്പോ, ഇത് സമയമാകുമ്പോ 7 മണിയാകുമ്പോ നിങ്ങൾ എങ്ങോട്ട് പോരാ? നമ്മുടെ ക്ലാസ് 8 സൈലം എന്ന് പറയുന്ന ചാനലിലോട്ട് പോവാ. നമുക്ക് അടിപൊളിയായിട്ട് വളരെ ഇന്ററാക്റ്റീവ് ആക്കിയിട്ട് ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് സൂപ്പർ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എവിടെ കാണാം? ക്ലാസ് 8 സൈലത്തിൽ കാണാം. ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.